ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ന്യൂസിലും എല്ലായിടത്തും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, മോദി ഓച്ചാനിച്ച് നിൽക്കുന്നു അമേരിക്കയുടെ അടുത്ത്. അതായത് അമേരിക്ക 30 ദിവസത്തേക്ക് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ സമ്മതിച്ചു എന്നൊക്കെയുള്ള ന്യൂസ് നമ്മൾ കേട്ടു. ഇതിനെ ചൊല്ലി ഇന്ത്യയിൽ മൊത്തം പ്രതിഷേധമാണ് ആൾക്കാർ. US ആരാണ്, അല്ലെ ട്രംപ് ആരാണ് ഇന്ത്യയുടെ മേലിൽ ഇന്ത്യനോട് ഇങ്ങനെ അനുവാദം കൊടുക്കാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ട്രോളും ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ കൂടെ. നമ്മൾ പൊതുവേ അമേരിക്കയായിട്ടൊരു ന്യൂട്രലായിട്ടാണ് പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇന്ത്യയിലെ എണ്ണപ്പാടങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പുറത്തുള്ള ഇതിനെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാവുള്ളൂ. കാരണം നമ്മൾ ഇവിടെ എണ്ണപ്പാടങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം കൂടുതലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പുറത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നേ പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പോൾ US ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലേ. കാരണം നമ്മൾ എവിടുന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിയാലും നമ്മളത് US ഡോളറിലാണ് വാങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യയിൽ നിന്നാണെങ്കിൽ പോലും എണ്ണ വാങ്ങുന്നുണ്ടെങ്കിൽ അത് US ഡോളറിലാണ് വാങ്ങുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ RBI പോലെ ഇപ്പം നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് ഉള്ളൊരു ക്രൂഡ് ഓയിൽ വാങ്ങിയപ്പോലും ഇത് നമ്മുടെ RBI പോലെ അവിടെ ഒരു അമേരിക്കയുടെ ഒരു സെൻട്രൽ ബാങ്കിങ് സിസ്റ്റം ഉണ്ട്. ആ സെൻട്രൽ ബാങ്കിങ് സിസ്റ്റം ത്രൂ ആണ് ഈ ഇടപാട് നടക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ ട്രാൻസ്ഫറാണ്. അപ്പം ഇത് നേരെ പോകുന്നത് അമേരിക്കയുടെ സെൻട്രൽ ബാങ്കിൽ. എന്നിട്ട് അവരതിനെ വെരിഫൈ ചെയ്ത് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ എണ്ണ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അമേരിക്ക വിചാരിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുകൂടാതെ അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ ഇൻഡയറക്റ്റ്ലി ബ്ലോക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എപ്പോഴും ഒരു ന്യൂട്രൽ ഒരു സ്റ്റാൻഡാണ് എടുക്കുന്നത്, പ്രത്യേകിച്ച് ഈ അമേരിക്കയുടെ കാര്യത്തിൽ. അപ്പം നമുക്കിതിൻ്റെ വേറൊരു വശം പരിശോധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതാണ്ട് യുക്രൈൻ വാർ തുടങ്ങിയപ്പോൾ മുതൽ 2022 മുതൽ അമേരിക്ക റഷ്യക്കെതിരെ മൊത്തത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. ആരും യൂറോപ്പും ഒരാളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു ഈ വാറിനെ തുടർന്നത്. അപ്പം റഷ്യ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യ ഒരു ഭയങ്കര ഡിസ്കൗണ്ടഡ് പ്രൈസിന്, ഏതാണ്ട് വാറിന് മുന്നേ ഏതാണ്ട് 2 to 5% ആണെങ്കിൽ ഏതാണ്ട് 30 to 40% ഇന്ത്യക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ റഷ്യ എണ്ണ സപ്ലൈ ചെയ്ത് തുടങ്ങി. കാരണം ഇന്ത്യയാണ് വേൾഡിലെ തന്നെ 3-ാം സ്ഥാനത്താണ് നമ്മൾ ഈ എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്ന ഇത്. അപ്പം നമുക്ക് റഷ്യ എണ്ണ തരാൻ തുടങ്ങി. അപ്പം നമ്മളിത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റിഫൈനറീസ്, അപ്പം ഇന്ത്യക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ റിഫൈനറീസ് ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറികളിലൊന്നാണ് നമ്മുടെ ഗുജറാത്തിൽ ജാംനഗർ കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന റിഫൈനറി, റിലയൻസിൻ്റെ ആണത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറികളിലൊന്നാണ്. അപ്പം നമ്മൾ ഈ ക്രൂഡ് ഓയിൽ ഒക്കെ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് വാങ്ങുന്നു. കൂടുതലായിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു. പിന്നെ അതുകൂടാതെ സൗദി അറേബ്യ, ഇറാഖ്, UAE അവിടെ നിന്നൊക്കെ നമ്മൾ എണ്ണ വാങ്ങുന്നു. അപ്പം നമ്മൾ വാങ്ങിയിട്ട് അതിനെ റിഫൈൻ ചെയ്തിട്ട് നമ്മളത് തിരിച്ചത് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ഏഷ്യൻ കൺട്രിയിലേക്കൊക്കെ ഇത് നമ്മൾ തിരിച്ച് വിൽക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എനർജിയുടെ കാര്യത്തിൽ വരും ഫ്യൂച്ചറിൽ ഒരു സുപ്രീം പവറായിട്ട് മാറുകയാണ്. അപ്പം ഈ അമേരിക്കയും മിഡിൽ ഈസ്റ്റ് കൺട്രീസും റഷ്യയൊക്കെ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരു കാരണം കൂടെയുണ്ട്.
ഈ എസ്പെഷ്യലി ഈ അമേരിക്ക പിന്നെ നമുക്ക് അനുവാദം തന്നപ്പോഴും അവരൊരു സ്ട്രാറ്റജിക്കൽ മൂവാണ് നടത്തിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് അനുവദിച്ചില്ലെങ്കിൽ ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കും ഇത് ഈ ഒരു സെക്ടറിൽ. അത് പിന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസൊക്കെ ഭയങ്കരമായിട്ട് ഹൈക്കാകാനുള്ള ചാൻസും ഒക്കെ കൂടുതലായിരിക്കും. കാരണം ഇന്ത്യ ആണ് ഏറ്റവും കൂടുതൽ ഇത് നമ്മളേറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതിലൊന്ന് ഇന്ത്യയാണ്. പിന്നെ നമ്മളാണ് ഇത് റിഫൈൻ ചെയ്ത് ബാക്കിയുള്ള രാജ്യത്തേക്ക് എത്തിക്കുന്നത്. കാരണം ഇപ്പോൾ റഷ്യ ആയിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞപ്പം നമ്മളൊരു മിഡിൽ ഹബ്ബായിട്ട് നിന്നിട്ടാണ്, അതായത് നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ മേടിക്കുന്നു, നമ്മളത് റിഫൈൻ ചെയ്തിട്ട് ഡീസൽ ഇതൊക്കെ ആക്കി, ഡീസലും പെട്രോളൊക്കെ ആയിട്ട് ഫ്യൂവൽ മറ്റേ പ്ലെയിനിലുള്ള ഇന്ധനമൊക്കെ ആയിട്ട് നമ്മളത് പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മളൊരു ഹബ്ബായിട്ടാണ് എനർജിയുടെ ഒരു ട്രേഡിങ് ഹബ്ബായിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അത് കൂടാതെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ഒരു ഐഡിയൽ ലൊക്കേഷനാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഓഷ്യനിലാണ്. അപ്പം നമ്മളൊരു ഐഡിയൽ ലൊക്കേഷനാണ്. അത് പിന്നെ ഈ എനർജിയുടെ ഒരു കോറിഡോറും കൂടി ആണ്, ഷിപ്പിംഗ് കോറിഡോറാണ്. അപ്പം നമുക്ക് എല്ലായിടത്തേക്കും ഒരു ആക്സസ് ഉണ്ട്. ഏഷ്യൻ കൺട്രീസിലേക്കും ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കൊക്കെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ ത്രൂ ആണ് ടാങ്കേഴ്സും ഇതൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെയും കൂടി ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. അപ്പം ഏതാണ്ട് 2040 കഴിയുന്നതോടുകൂടി പിന്നെ നമ്മൾ ഒരു സുപ്രീം പവറായി എനർജി സെക്ടറിലൊരു മെയിൻ പവറായിട്ട് തന്നെ മാറാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യുന്ന. ഇപ്പോൾ ഒരു 3 കൺട്രീനെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതായത് അമേരിക്ക ഏറ്റവും കൂടുതൽ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊഡ്യൂസറാണ്. പിന്നെ ചൈന ഏറ്റവും കൂടുതൽ പിന്നെ ഇത് കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യം ചൈനയാണ്, ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യ ഒരു ട്രേഡിംഗ് ഹബ്ബാണ്. എല്ലായിടത്തേക്കും വേണ്ട എണ്ണ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്രൂഡ് ഓയിൽ മേടിച്ചിട്ട് അതിനെ റിഫൈൻ ചെയ്ത് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഫ്യൂച്ചറിൽ നമ്മളുടെ ഈ ഒരു സെക്ടറിൽ ഭയങ്കരമായിട്ടൊരു വളർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. 2040 നമ്മളെ ഒറ്റുനോക്കുന്നതാണ് ബാക്കിയുള്ള ലോക രാജ്യങ്ങൾ. അപ്പം നമ്മളായിരിക്കും ആര് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള അല്ല പിന്നീട് വരാൻ പോകുന്നത്. കാരണം നമ്മളാണ് ഇതിനെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തിയായി മാറാൻ പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവരുടെ അടുത്തു നിന്നൊക്കെ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നൊക്കെ ക്രൂഡ് ഓയിലും മേടിച്ച് അത് റിഫൈൻ ചെയ്ത് ബാക്കിയുള്ള രാജ്യത്തേക്ക് എത്തിക്കുമ്പം നമ്മളായിരിക്കും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട് മാറുകയാണ്. അത് ലോകരാജ്യങ്ങളുടെ മേലെ നമുക്കൊരു നല്ലൊരു ആധിപത്യം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം നമ്മളൊരു കാര്യം ഇത് മോദി ഇതാക്കി താന്ന് നിന്നു ഇതൊക്കെ പറയുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു സത്യാവസ്ഥയും കൂടെ നമ്മൾ പരിഗണിക്കണം. എന്നിട്ട് വേണം ഇതേപോലെ നമ്മൾ ഇങ്ങനെ ബാക്കിയുള്ള രാജ്യത്തിൻ്റെ മുന്നിൽ നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് സ്വയം നാണക്കേട് വരുത്തി വെക്കാതെ ഇങ്ങനത്തെ ഒരു ഫാക്ടേഴ്സും കൂടി ഇതിൽ ഉണ്ടെന്നും കൂടി ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.